കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യുന്നത്. നമ്മുടെ ടാർഗറ്റ് ഗ്രൂപ്പ് ആരാണ് ഫിക്സ് ചെയ്തിരിക്കണം. ഇപ്പോൾ ഒരു ജനറൽ ബ്രാൻഡ് ആണെങ്കിൽ എവരിബഡി ഈസ് ടാഗ് ഈസ് വെരി ഹൈ. ടാർഗറ്റഡ് ഓഡിയൻസ് എന്ന് പറയുന്നത് അത്രയും എന്താണ് വളരെ കൂടുതലായിരിക്കും. പക്ഷെ ഞങ്ങളുടെ ടാർഗറ്റ് ഗ്രൂപ്പ് ഈ സ്റ്റുഡൻസ്. അപ്പൊ അവരിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ 1 lakh സ്റ്റുഡൻസ് നമ്മളെ കുറിച്ച് മനസ്സിലാക്കിയാലേ മിനിമം 20,000 സ്റ്റുഡൻസ് നമ്മളിലേക്ക് എത്തിയുള്ളൂ. ഈ 1 lakh സ്റ്റുഡൻസിലേക്ക് എന്താണ് നമ്മളെന്നുള്ളതും എങ്ങനെയാണെന്നുള്ളത് എത്തിക്കുക എന്നുള്ള കാര്യമാണ്. സൈലം ഫൗണ്ടർ അനന്തു, പിന്നെ എല്ലാവരുടെയും പ്രിയങ്കരനായ അതിശക്തം ഷാരിഖ് ശംസുദ്ദീൻ, ഇവർ രണ്ടുപേരുള്ള പോഡ്കാസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു കട്ടൻ ചായക്ക് കുടിച്ചിട്ട്. രണ്ടുപേരും അവരുടേതായിട്ടുള്ള ഏരിയകളിൽ വളരെ വലിയ രീതിയിൽ തന്നെ ഒരു വിപ്ലവം സൃഷ്ടിച്ച ആൾക്കാരാണ്. അപ്പോൾ അവരെ പോഡ്കാസ്റ്റ് കേൾക്കുമ്പോൾ വല്ലാത്തൊരു എനർജിയാണ്. അതായത് അവരുടെ ഫീൽഡിൽ കേരളത്തിൽ ടോപ്പ്, മേ ബി 1 ഓഫ് ദ ബെസ്റ്റ് ഇൻ ഇന്ത്യ എന്ന് തന്നെ പറയാം. അപ്പൊ അവര് തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംഭാഷണം എന്തായാലും കേട്ടു വെക്കുക. ഒരു എഡ്യൂക്കേഷണൽ ടെക്നോളജി ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നതിന്റെ പിന്നിലെ ഒരുപാട് രസകരമായിട്ടുള്ള കാര്യങ്ങൾ അനന്തു ഷെയർ ചെയ്യുന്നുണ്ട്. അനന്തു ഒരുപാട് വീഡിയോകളിലും ഇന്റർവ്യൂസിലും ഒന്നും ഷെയർ ചെയ്യാത്ത പല കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട്. നല്ലൊരു ഇന്റർവ്യൂ ആണ്. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളൊരു സ്വപ്നം, എന്തെങ്കിലും ഒരു ഐഡിയ മനസ്സിലുള്ള ആളാണെങ്കിൽ ഇത്തരം ലോങ് പോഡ്കാസ്റ്റുകൾ കേൾക്കുക. അത് തരുന്നൊരു എനർജി എന്ന് പറഞ്ഞാൽ വളരെ ഡിഫറെൻ്റ് ആണ്. കാരണം ആ പോഡ്കാസ്റ്റിൽ നമ്മൾ കേൾക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അതിന് പുറമെ ആ ആൾക്കാരെ നമുക്കറിയാലോ. ഇപ്പോൾ ഇതിലെ അനന്തുവിനായാലും ഷാരിഖ് ശംസുദ്ദീനായാലും കേരളത്തിൽ അറിയാത്ത ആരുമില്ല. ഐ മീൻ അറ്റ്ലീസ്റ്റ് യൂട്യൂബിൽ വീഡിയോസൊക്കെ കണ്ട് ഒരു സ്വന്തമായ ഒരു ബിസിനസ് അല്ലെങ്കിൽ ട്രേഡിങ് അങ്ങനത്തെ സ്വപ്നങ്ങളൊക്കെ ഉള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ ആർക്കും അറിയാത്തവരുണ്ടാവില്ല. അനന്തുവിനെ അറിയാത്ത സ്റ്റുഡൻസ് ഉണ്ടാവില്ല. അപ്പം അത് ബേസിക്കലി അവരുടെ ഒരു ലൈഫ് അച്ചീവ്മെന്റ് എന്താണെന്ന് നമുക്ക് അറിയുന്നത് കൊണ്ടാണ്. ഫ്രം സ്റ്റാർട്ട് ടു എൻഡ്, ഐ മീൻ കറന്റ് പ്രസന്റ് അവർ ചെയ്ത കാര്യങ്ങളെല്ലാം നമുക്ക് അറിയുന്നത് കൊണ്ടാണ്. അപ്പം അവരിൽ നിന്ന് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളെ ലേണിംഗ് പ്രോസസ്സ് ഒരുപാട് ഫാസ്റ്റ് ആയിരിക്കും. നമുക്കൊരു വല്ലാത്തൊരു ഇമ്പ്രൂവ്മെൻറ്റും എനർജിയൊക്കെ പെട്ടെന്ന് ഈ വീഡിയോകളിൽ നിന്ന് കിട്ടുന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് പെട്ടെന്ന് നിങ്ങളോട് ഷെയർ ചെയ്യണം തോന്നി. ബേസിക്കലി മെൻറ്റേഴ്സ്, ഒരു കൺസെപ്റ്റ് ഓഫ് മെൻറ്റർ എന്ന് പറഞ്ഞാലോ, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു മെൻറ്റർ ഉണ്ടെങ്കിൽ, ഒരു റോൾ മോഡൽ ഉണ്ടെങ്കിൽ ആ കാര്യത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ ട്രേഡിംഗ് ആണെങ്കിൽ ഷാരിഖ് ശംസുദ്ദീൻ നല്ലൊരു റോൾ മോഡലാണ്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളൊക്കെ വളരെ ഫേമസ് ആണ് യൂട്യൂബിൽ. അതേപോലെ ടീച്ചിങ്ങിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർഷിപ്പിലാണെങ്കിൽ അനന്തു നല്ലൊരു മാതൃകയാണ്. അപ്പോൾ അത്തരം ആൾക്കാരെ നിങ്ങൾ മാതൃകയാക്കുക എന്നുള്ളതാണ്. ഞാനും അങ്ങനെ ഒരുപാട് പേരെ മാതൃകയാക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് പെട്ടെന്ന് നിങ്ങളോട് ഷെയർ ചെയ്യണം തോന്നി. വാട്ട് ഈസ് ദ പവർ ഓഫ് എ മെൻറ്റർ അല്ലേ? ഒരു മെൻറ്റർ, അതായത് ഒരു ഗുരു. ഒരു കാര്യത്തിൽ ഒരു ഗുരു ഉണ്ടാവാം, വേറൊരു കാര്യത്തിൽ വേറെ ഗുരു ഉണ്ടാവാം. അപ്പോൾ ഓരോ കാര്യത്തിൽ ഇന്ന് എല്ലാം എളുപ്പമാണ്. ഓൺലൈനായിട്ടുള്ള ഒരാളെ ഫോളോ ചെയ്താൽ മതി അല്ലേ? അയാളുമായിട്ട് സംസാരിക്കണമെന്ന് പോലുമില്ല. അയാളിൽ നിന്നുള്ള ആശയങ്ങൾ, അയാൾ ചെയ്ത കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വേണ്ടത് പകർത്തിയെടുക്കാം. അപ്പോൾ എന്തായാലും മെൻറ്റേഴ്സ് ഉണ്ടാവുക. ഇത്തരം പോഡ്കാസ്റ്റുകളിലൂടെ ഒരുപാട് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് പിക്കപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ഞാൻ എൻ്റെ പോഡ്കാസ്റ്റ് കണ്ട് മുഴുവനാക്കട്ടെ. നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. ബൈ ദ വേ, ഞാൻ ഈ ഒരു പോഡ്കാസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഞാൻ നടന്നപ്പോ തന്നെ എനിക്ക് ഈ പറഞ്ഞ 150 സീറ്റും ഫില്ലായി കുട്ടികളെല്ലാം പേയ്മെന്റ് അടിച്ചു. അതാണ് എന്റെ ആദ്യത്തെ 150 സ്റ്റുഡൻസ്. ഞാൻ പറയുന്ന ഒരു ഫസ്റ്റ് ഇതെന്ന് എന്ന് പറഞ്ഞ പോലെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുക. ഫസ്റ്റ് 5 കിലോമീറ്റേഴ്സിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഇത് കുറച്ച് ആളുകൾക്ക് കൊടുക്കുക, ഫീഡ്ബാക്ക് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക,
5 കിലോമീറ്റേഴ്സ് ടു 10 കിലോമീറ്റർ മതി. നിങ്ങൾക്ക് അറിയാം, ഫ്രീ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഫ്രീ കൊടുക്കുക, പേ ചെയ്യുന്ന ആളുകൾ റെഡി ആണെങ്കിൽ പേ ചെയ്ത് കൊടുക്കുക, അവരുടെ ഫീഡ്ബാക്ക് എടുക്കുക. ഈ 5 കിലോമീറ്റർ പിന്നെ എന്ത് ചെയ്യുക, 10 ആക്കുക, 10 20 ആക്കുക, 20 എന്ത് ചെയ്യുക, 100 ആക്കുക, 100 500 ആക്കുക. കേരളം 500 കിലോമീറ്റർ. ഇതാണ് സൈലം എന്ത് ചെയ്തിട്ടുള്ളത്, ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് തുടങ്ങി അതേ പ്രോസസ്സ് പിന്നീട് എന്ത് ചെയ്ത് സ്കെയിൽ ചെയ്ത് അതിന് പ്രോസസ്സ് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നാണ് വന്നത്. അപ്പം വീഡിയോ എടുക്കാൻ എന്താ പാടിയിരിക്കുന്നത്, നമുക്ക് ആദ്യമൊക്കെ കുറച്ച് ചടപ്പുണ്ട്. അതൊക്കെ ഞാൻ ആദ്യത്തെ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് 2.5 മാസം കൊണ്ടാണ്, ഒറ്റ ചാപ്റ്റർ. കാര്യം അന്ന് എനിക്ക് ഒന്നാമത്തെ കാര്യം എനിക്കിത് പേടിയത്, എങ്ങനെയാണ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എങ്ങനെ പറയാ, കുട്ടിക്ക് മനസ്സിലാവോ, കുട്ടിയില്ലല്ലോ ഫ്രണ്ടില്. അപ്പൊ കുട്ടി എന്തൊക്കെ സംശയങ്ങൾ വരാം, അതിനെല്ലാം നമ്മൾ ഉത്തരം പറഞ്ഞു പോകണം. അപ്പൊ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഞാൻ പോയി വീട്ടിൽ എന്ത് ചെയ്യുന്നു, എന്റെ റൂമിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ പോയി ക്യാമറ ഓൺ ചെയ്യുന്നു, വന്നിരിക്കുന്നു. ചിലപ്പോൾ ഞാൻ സൗണ്ട് ഓൺ ചെയ്യാൻ വിട്ടുപോകുമായിരിക്കും, ഇത് ഐപാഡ് റെക്കോർഡിംഗ് ഓൺ ചെയ്യാൻ മറന്നു പോകും. 2.5 മാസം കൊണ്ടൊരു ചാപ്റ്റർ എന്ത് ചെയ്ത് ഞാൻ, അപ്പൊ എനിക്ക് ഭയങ്കര പ്രഷർ കൂടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ തുടങ്ങുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ്, പ്രഷർ അടിക്കും, നമുക്കിത് വീഡിയോ എടുത്തത് വർക്കാവോ ഇല്ലയോ എന്നൊക്കെ തോന്നും. എടുത്തിടുക, നമുക്ക് ഒന്നുമില്ല, എല്ലാം ഒന്നും ഇല്ലാത്തവരും ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവരും എന്തെങ്കിലും എന്ത് ചെയ്യുക, തുടങ്ങാന്നുള്ള സാധനം തുടങ്ങാൻ സ്റ്റാർട്ട് ഇറ്റ് ആൻഡ് ഇറ്റ് ഷുഡ് ബി സ്റ്റേബിൾ. ആൻഡ് ആ ഒരു സാധനങ്ങൾ നിങ്ങൾ ആ കോർ വാല്യൂ തുടങ്ങിയപ്പോൾ തൊട്ടുള്ളത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, ആരെങ്കിലും ഉണ്ടോ എന്ത് വന്ന് പറഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യുക, കോർ വാല്യൂവിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് പറയുന്നതെങ്കിൽ അയാളോട് എന്ത് ചെയ്യുക, ഭയങ്കര ജെന്യുവൻ ആയിട്ട് നിങ്ങൾ